അങ്ങനെ ഗൈസ് നമ്മൾ അർമേനിയൻ്റെ പ്രാന്തപ്രദേശത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. പ്രാന്തപ്രദേശം ഇവിടെ കുറേ മരങ്ങളും കുറേ ഭംഗികളായ ബിൽഡിങ്ങുകളും മാത്രമാണുള്ളത്. എന്ത് ഭംഗിയാണ് നോക്കിയാൽ ആ ബിൽഡിങ്ങൊക്കെ കാണാൻ. അതൊക്കെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങാണെന്നാണ് തോന്നുന്നത്, എനിക്കറിയില്ല എന്താണെന്ന്. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ സ്ലോലി ടാക്സി പോകുന്നുണ്ട്. ടാക്സി ആണോ ബസ്സാണോ എന്നറിയില്ല, അതുപോലത്തെ എന്തോ സാധനം. ഇത് കാണുന്ന ബിൽഡിങ്ങില്ലേ, ഇതാണ് ഇവിടുത്തെ കള്ള് ഫാക്ടറി. അതിൻ്റെ അകത്തുള്ള വൈബ് എൻ്റെ സാറേ ചുറ്റുള്ളൊന്നും കാണാൻ പറ്റില്ല. ഇത് ഫുള്ള് കള്ള് ഫാക്ടറിയാണ്, ഫുള്ള് വൈബ് സാധനം അതിൻ്റെ അകത്തുള്ള. എന്തൊക്കെയുണ്ട് പേരറിഞ്ഞൂടാ, പക്ഷെ പേരറിയാത്ത കുറേ സാധനങ്ങളുണ്ട്. ഇത് അതുപോലെ തന്നെ വേറൊരു സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിഞ്ഞൂടാ, വായിക്കാൻ അറിയാത്ത ഞാൻ വായിക്കാൻ നിന്നില്ല. അങ്ങനെ നമ്മൾ പോയി എവിടെ എത്തുമ്പോൾ നോക്ക്, സർപ്രൈസാണ് ഗൈസ്. ഇത് റൗണ്ട് പോട്ടെ. അവൾ വണ്ടിയൊക്കെ എന്ത് മയത്തിലാണ് ഓടിക്കുന്നത്, നമ്മൾ നാട് പോലെയേ അല്ല. അങ്ങനെ നമ്മൾ അർമേനിയയിലെ ജിനോസൈഡ് മ്യൂസിയത്തിലെത്തി. ഇവിടെ ഞാൻ കണ്ട സാധനം നോക്കിയേ, നമ്മളിവിടുത്തെ ഷാജാ ഷെയ്ഖ് വെച്ച റൂളർ സ്ഥിരീകരിച്ച ഒരു മരം. ആ മരത്തിൻ്റെ ഭംഗി നോക്ക്. ഇതെന്താ മരത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ നല്ല മരമാണ്. ഇത് നമ്മൾ ഇവിടുത്തെ ഷാജാ ഷെയ്ഖ് വെച്ചതാട്ടോ. അങ്ങനെ ആ മരത്തിനെ കുറച്ച് സൂമാക്കിയും അൺസൂമാക്കിയും എടുത്ത് ഞാൻ. പിന്നെ എന്ത് ചെയ്യാനാ, അവിടെ വേറെ നിങ്ങൾക്ക് കാണാൻ തോന്നിയില്ല. അത് തന്നെയാണ് വീണ്ടും ഉള്ളത്. പകുതി ആ മരാണെല്ലാം.